നമസ്കാരം. മലയാളി വാർത്താ ഫോക്കസിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിധി എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിധി ഇന്ന് ആ നിർണായക ദിവസമായിരുന്നു. വിധി വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. മാത്രമല്ല അറസ്റ്റിന് തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കി. പിന്നാലെ പാർട്ടിയിൽ നിന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ വളരെ വലിയൊരു പ്രതിസന്ധിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അകപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല സസ്പെൻഷനിലായിരുന്ന നടപടിയാണ് ഇപ്പോൾ അത് പുറത്താക്കൽ എന്ന തീരുമാനത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി MLA സ്ഥാനത്തിലാണ് ഒരു തീരുമാനം വേണ്ടത്. രാഹുലിൻ്റെ MLA സ്ഥാനം എന്താകും? ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ തന്നെയാണെന്ന് നേതൃത്വം വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു പീഡന പരാതിയിൽ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന ചോദ്യം. എന്തായാലും ആ ചോദ്യത്തിന് ഇന്ന് മറുപടി വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് രണ്ട് വാദങ്ങൾ. ഒന്ന്, മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന വാദം, അത് തള്ളപ്പെട്ടിരിക്കുന്നു. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. രണ്ടാമത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച ഒരു ആവശ്യം അറസ്റ്റ് തടയണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്തായാലും ആ അറസ്റ്റ് ചെയ്യാം എന്നൊരു നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അറസ്റ്റ് തടയില്ല. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാം എന്ന തലത്തിലേക്ക് കോടതിയുടെ ഒരു തീരുമാനം എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കനത്ത തിരിച്ചടി. ഇതിനെല്ലാം പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനവും വരുന്നത്. അക്ഷരാർത്ഥത്തിൽ കനത്ത തിരിച്ചടി രാഹുൽ മാങ്കൂട്ടത്തിന് എത്തിയിരിക്കുന്നു. ഏറ്റവും സുപ്രധാനമായ വിവരമാണ്. പാർട്ടിയിൽ നിന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത്തരത്തിലൊരു സൂചന വന്നിരുന്നു. അതായത് രാഹുലിനെ ഈ ഒരു വിഷയത്തിന്മേൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്, മറ്റു കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന നിഗമനമുണ്ടായിരുന്നു. ആ നിഗമനങ്ങളെല്ലാം ശരിവെച്ചുകൊണ്ട് ഇന്ന് തീരുമാനം വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ട് പിന്നാലെ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നേതാക്കന്മാരോട് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണ്, ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വരാൻ കാത്തിരുന്നതാണോ, അതിന് ഈ വിധി വന്നിട്ട് രാഹുലിനെതിരെ ഒരു നടപടി എടുക്കാമെന്ന തീരുമാനത്തിലായിരുന്നു എന്ന ചോദ്യം. എന്നാൽ അത്തരത്തിൽ യാതൊരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. അതൊരു കോയിൻസിഡൻസ് ആയിട്ടുണ്ടായ സംഭവമാണ്. വിധി വന്നതിന് പിന്നാലെ പാർട്ടി പുറത്താക്കിയെന്ന തീരുമാനം. അത്തരത്തിൽ നേരത്തെ തന്നെ ആലോചനകൾ ഉണ്ടായിരുന്നു രാഹുലിനെ പുറത്താക്കണമെന്നത്. അതിപ്പോൾ അറിയിച്ചു എന്നതേ ഉള്ളൂ എന്ന ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഗുരുതരമായ ലൈംഗിക പീഡന പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ആദ്യം റിനി രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്ത് വരുന്നു. തന്നോട് മോശമായി പെരുമാറി, അല്ലെങ്കിൽ തനിക്ക് മോശമായി മെസ്സേജുകൾ അയച്ചു എന്നൊരു വെളിപ്പെടുത്തൽ റിനി നടത്തുന്നു. ആ വെളിപ്പെടുത്തലിന് പിന്നാലെ, അതായത് പേരെടുത്ത് പറയാതെയായിരുന്നു റിനിയുടെ ഒരു വെളിപ്പെടുത്തൽ. അതായത് ഒരു നേതാവ്, ഹൂ കെയേഴ്സ് എന്ന നിലപാടുള്ള ഒരു നേതാവ് തനിക്ക് മോശമായിട്ട് മെസ്സേജുകൾ അയക്കുന്നു എന്ന റിനിയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ ഹൂ കെയേഴ്സ് എന്ന വാക്കിൽ നിന്ന് തന്നെ മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വാക്ക് തനിക്ക് നേരെ ആരോപണങ്ങൾ വന്നപ്പോൾ ഹൂ കെയേഴ്സ് എന്നൊരു പ്രതികരണം നടത്തുന്നു. അത് പിന്നാലെ റിനിയുടെ ഹൂ കെയേഴ്സ് കൊണ്ട് തന്നെ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ഓഡിയോ പുറത്തു വരുന്നത്. അതായത് രാഹുൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിക്കൊണ്ട് താനൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു, ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയമാക്കുന്നു. ആ ഓഡിയോ പുറത്തു വരുന്നു. അതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടത്. ഓഡിയോയിൽ പറയുന്നത്, അതായത് നിർബന്ധിച്ച് വിവാഹ വാഗ്ദാനം നൽകിയാണ് ആ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിക്കുന്നത്. അതിനുശേഷം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതടക്കമുള്ള ഓഡിയോ ആണ് പുറത്തു വന്നത്. ആ ഓഡിയോ പുറത്തു വന്നപ്പോൾ തന്നെ പരാതിക്കാരിക്ക് പരാതി നൽകാൻ താല്പര്യമില്ല എന്ന നിലപാടായിരുന്നു. വെളിപ്പെടുത്തലുകൾ, ആ പെൺകുട്ടി ആര് എന്ന അന്വേഷണം, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം പെൺകുട്ടിയിൽ ചെന്ന് നിൽക്കുന്നു. പക്ഷേ പെൺകുട്ടിക്ക് പരാതി പറയാൻ താല്പര്യമില്ല എന്നൊരു നിലപാടെടുക്കുന്നു. ഇതോടെ ആ പരാതിക്കാരി ഇല്ലാത്തത് കൊണ്ട് തന്നെ രാഹുലിനെതിരെ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പിന്നാലെ വീണ്ടും തൻ്റെ മണ്ഡലത്തിൽ, പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സജീവമാകുന്നു. BJPയുടെയും അതുപോലെ തന്നെ DYFയുടെയും അടക്കമുള്ള ഒരു പ്രതിഷേധമൊക്കെ രാഹുലിനെതിരെ പാലക്കാട് ഉയർന്നു. എങ്കിൽ പോലും പ്രതിഷേധങ്ങളെല്ലാം മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പതുക്കെ തൻ്റെ മണ്ഡലത്തിൽ സജീവമായി കൊണ്ടിരിക്കവെയാണ് ഇടിവെട്ടേറ്റതുപോലെ രണ്ടാമത്തെ ഓഡിയോ പുറത്തു വരുന്നത്. രണ്ടാമത്തെ ഓഡിയോയും അതുപോലെ തന്നെ ചില സ്ക്രീൻഷോട്ടുകളും രാഹുലിനെ കൂടുതൽ കുരുക്കുമുറുക്കുന്ന തരത്തിലേക്ക് പുറത്തു വന്നതോടെ കാര്യങ്ങൾ കൈവിടുകയായിരുന്നു. മാത്രമല്ല, ആ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പരാതിക്കാരിയും, അതായത് ഈ ഗർഭചിത്രത്തിന് നിർബന്ധിക്കപ്പെട്ട പെൺകുട്ടിയും പരാതിയുമായി രംഗത്ത് വന്നു. മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തിയാണ് പെൺകുട്ടി പരാതി നൽകിയത്. ഇതോടെ പരാതിക്കാരി കൂടി വന്ന സാഹചര്യത്തിൽ രാഹുൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുകയായിരുന്നു. ഇതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നു. ഇന്ന് 8ാം ദിവസമാണ്. 8 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന ചോദ്യത്തിന് പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും
പരിഗണിക്കുന്നത് വരെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ ഒളിവിൽ തുടരാം എന്ന തീരുമാനമായിരുന്നിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നിഗമനമാണ് നിലവിലുള്ളത്. എന്തായാലും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി രാഹുലിൻ്റെ അടുത്ത നീക്കം എന്താണ്? അറസ്റ്റ് ചെയ്യാമെന്നൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളപ്പെട്ടിരിക്കുന്നു. പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കുന്നു. ഇനി രാഹുലിൻ്റെ അടുത്ത നീക്കം എന്താണ് എന്നാണ് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും കീഴടങ്ങൽ ഉണ്ടാകുമോ? കോടതിയിൽ നേരിട്ടെത്തി കീഴടങ്ങുമോ? അതോ രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുമോ? രണ്ട് സാധ്യതകളാണ് മുന്നിലുള്ളത്. ഇതിലേതാണ് നടപ്പിലാകാൻ പോകുന്നത് എന്ന ചോദ്യവും കൂടി ഉണ്ടാവുകയാണ്. എന്തായാലും കടുത്ത ഒരു പ്രതിസന്ധിയിലേക്ക് രാഹുൽ നയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഏറ്റവും വലിയൊരു തീരുമാനം പാർട്ടിയിൽ നിന്നെടുത്തത് KPCC KC വേണുഗോപാൽ, അതുപോലെ തന്നെ അടൂർ പ്രകാശ്, സണ്ണി ജോസഫ് അടക്കമുള്ളവർ ഈ ഒരു ജാമ്യം തള്ളിയതിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്ത് വന്നു. പാർട്ടി ഒന്നിച്ചെടുത്ത തീരുമാനമാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന ഒരു തീരുമാനം അവർ വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല അവർ ഏറ്റവും കൂടുതലായിട്ട് അവർ വിമർശിക്കുന്നത് ശബരിമല കൊള്ളക്കേസിൽ CPM സ്വീകരിച്ച നിലപാട്. അതായത് ശബരിമല കൊള്ളക്കേസിൽ ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ പാർട്ടിയിലെ തന്നെ പ്രമുഖ നേതാക്കന്മാർ അടക്കമുള്ളവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളായി റിമാൻഡിലായി ജയിലിലായിരിക്കുന്നത്. എന്നിട്ട് അവർക്കെതിരെ പാർട്ടി ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അത്തരത്തിലുള്ള CPMന് മുന്നിലേക്ക് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് മാതൃകാപരമായ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന വാദമാണ് നിലവിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിക്കൊണ്ടുള്ള ഈ ഒരു നിലപാട് അത് CPMന് ഒരു അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയാകുന്നു, അല്ലെങ്കിൽ CPMന് തന്നെ വലിയ രീതിയിലുള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് ഇപ്പോൾ അവരുടെ ഒരു തീരുമാനം എന്ന് തന്നെയാണ് നേതാക്കന്മാർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. മാത്രമല്ല ഈ ഒരു വൈകിയോ, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വൈകിയോ എന്ന ചോദ്യത്തിന് ഒരിക്കലും വൈകിയിട്ടില്ല. മറിച്ച് നടപടികളുണ്ട്, നടപടികൾക്കെടുത്ത കാലതാമസം, നടപടികൾക്ക് സമയമുണ്ടായിരുന്നു, അത്തരത്തിലൊരു കാലതാമസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന പ്രതികരണവും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പുകഞ്ഞ കൊള്ളി പുറത്തേക്ക് എന്നൊരു പ്രസ്താവന നടത്തിയതോടെയാണ് രാഹുലിനെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന നിഗമനം വന്നത്. അതിനനുസരിച്ച് തന്നെ ഇപ്പോൾ ഇന്ന് ആ തീരുമാനവും ഉണ്ടായിരിക്കുന്നു. പുകഞ്ഞ കൊള്ളി പുറത്തായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഇനി MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമോ എന്ന ചോദ്യമാണ് നിലവിലുള്ളത്. അതിനുള്ള മറുപടി KPCC ഭാരവാഹികൾ നൽകുന്നത് MLA ആയിരിക്കുന്നത് രാഹുലാണ്. രാഹുലിന് തീരുമാനിക്കാം MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നത്. ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ MLA സ്ഥാനത്ത് രാഹുലിന് തുടരാൻ സാധിക്കുകയുള്ളൂ. ആ സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നത് രാഹുൽ എടുക്കേണ്ട തീരുമാനമാണ്. ജനങ്ങളാണ് രാഹുലിന് ആ പദവി നൽകിയത്, MLA ആയിട്ട് തങ്ങളുടെ MLA ആയി രാഹുലിനെ തിരഞ്ഞെടുത്തത്. എന്നാൽ ആ സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്ന തീരുമാനം രാഹുലിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് KPCC നേതൃത്വം. മാത്രമല്ല പ്രഖ്യാപനം എന്തായാലും ഉണ്ടായിരിക്കുന്നു. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. നിലവിൽ സസ്പെൻഷനിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ സസ്പെൻഷൻ നടപടി ഇപ്പോൾ ഒരു തെറ്റ് വന്ന് സസ്പെൻഷനിലാകുമ്പോൾ തെറ്റ് തിരുത്താനുള്ളൊരു അവസരം കൊടുക്കുക എന്നൊരു കാര്യമുണ്ട്. പക്ഷേ രാഹുലിൻ്റെ കാര്യത്തിൽ ആ തെറ്റ് തിരുത്തലിനും ഒരു അവസരം ഉണ്ടായില്ല എന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും സസ്പെൻഷൻ അതൊരു പുറത്താക്കൽ, ഒരു ഡിസ്മിസ് എന്ന തരത്തിലേക്ക് നേതാക്കന്മാർ അവരുടെ തീരുമാനം എടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA ആണ് ഈ ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവിന് നേർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ KPCC ആണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്, KPCC ആണ് രാഹുലിനെ പുറത്താക്കുക അല്ലെങ്കിൽ മറ്റ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവരാണ്, അവരോട് ചോദിക്കൂ എന്ന ഒരു മറുപടിയായിരുന്നു പ്രതിപക്ഷ നേതാവ്, എന്നൊരു നിലപാടായിരുന്നു പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്. ആ നിലപാടിനനുസരിച്ച് KPCC ഇപ്പോൾ ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന അതിപ്രധാനമായ വിവരം. ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ അറസ്റ്റും തടയില്ല, പിന്നാലെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി MLA സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യവും കൂടി നിലവിൽ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഷാനിമോൾ ഉസ്മാൻ, KK രമ അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. അതായത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തും എന്ന് തന്നെയായിരുന്നു വനിതാ നേതാക്കന്മാരടക്കം പ്രതികരിച്ചത്. അത്തരത്തിലുള്ള തീരുമാനം എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണവും വനിതാ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം കൈവിടുന്ന സാഹചര്യമായിരുന്നു. അത് പൂർണ്ണമായിരിക്കുന്നു ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലൂടെ. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് രാഹുൽ കീഴടങ്ങുമോ അതോ പോലീസ് അറസ്റ്റ് ചെയ്യുമോ? രാഹുൽ ഇപ്പോൾ എവിടെയാണ്? അറസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കൂടി ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ രാഹുൽ സ്വയം കീഴടങ്ങുമോ, പോലീസ് അറസ്റ്റ് ചെയ്യുമോ, MLA സ്ഥാനം എന്താണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. എന്തായാലും
മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രാഹുൽ മങ്കൂട്ടത്തിന് വളരെ തിരിച്ചടിയായിട്ടുള്ള 3 കാര്യങ്ങൾ. അതിലൊന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു, മാത്രമല്ല അറസ്റ്റും തടയില്ല.